السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله العظيم. فاعلموا أمة محمد صلى الله عليه وسلم. ഏറെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനത്തിൽ അള്ളാഹുവിൻ്റെ പവിത്രമായ ഭവനത്തിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഇതിലേറെ സന്തോഷത്തിലും ഇതിലേറെ സ്നേഹത്തിലുമായി നാളെ അവൻ്റെ ജന്നത്തുൻ നഈം എന്ന സ്വർഗത്തിൽ മുത്ത് ഹബീബിൻ്റെ ജിവാരിലായി നമ്മെയും നമ്മെ സ്നേഹിക്കുന്നവരോട് കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏറെ പവിത്രമായ റജബ് മാസത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നാം സംസാരിച്ചത് റജബ് മാസത്തിൻ്റെ പവിത്രതയെക്കുറിച്ചായിരുന്നു. റജബിലും ശഅബാനിലും അള്ളാഹുവിനോട് ബറക്കത്തിനെ തേടണമെന്നും റമളാനിലേക്കുള്ള ഒരുക്കമാണ് റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നാം കൊണ്ടുവരേണ്ടതെന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കഴിഞ്ഞ വെള്ളിയാഴ്ച നാം പറഞ്ഞു വച്ചു. പ്രിയമുള്ളവരെ, റജബ് മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റജബിലെ ബറക്കത്ത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്. ശഅബാനിലെ ബറക്കത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. റജബിലെ ബറക്കത്ത് അള്ളാഹുവുമായും ശഅബാനിലെ ബറക്കത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് റജബ് മാസത്തിലെ പവിത്രമായ ദിനങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, അള്ളാഹുവിനെ പരിചയപ്പെടാൻ നാം സമയം കണ്ടെത്തണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതിനാൽ അള്ളാഹുവിനെ കുറിച്ച്
നാമൊക്കെ വിചാരിക്കുന്നത് നമുക്ക് അള്ളാഹുവിനെ ശരിക്കും മനസ്സിലായി എന്നാണ് നമുക്ക് വിചാരിച്ചു വെക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹിനെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ചുരുക്കി നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മളൊക്കെ മറ്റാരെക്കാളുമേറെ അള്ളാഹുവിനെ ഇഷ്ടമുള്ളവരാകണം എന്നുള്ളതാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയുന്നത് കാണാം, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവതൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ആ മനുഷ്യന് ഈമാനിന്റെ മാധുര്യം രുചിക്കാൻ കഴിയുമെന്നാണ്. ഈമാനിന് വലിയ മാധുര്യമാണ്. സത്യവിശ്വാസത്തിന് വലിയ മനോഹാരിതയാണ്, വലിയ മാധുര്യമാണ്. ആ മധുരം രുചിക്കാൻ കഴിയുന്നത് 3 കാര്യങ്ങൾ ഉണ്ടാകുന്ന ആളുകൾക്കാണ് എന്ന് ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അതിൽ ഒന്നാമതായി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണുന്നത് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. മറ്റാരെക്കാളുമേറെ അല്ലാഹുവിനെയും അവന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവർക്കാണ്, അല്ലാഹുവിനോട് അവന്റെ ഹബീബിനോട് ഏറ്റവും അധികം സ്നേഹം പ്രകടിപ്പിക്കുന്നവർക്കാണ്, ആ മഹത്തരമായ പരിശുദ്ധമായ പരിപാവനമായ പ്രണയത്തെ മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്കാണ് ഈമാനിന്റെ മാധുര്യം രുചിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഒരിക്കലും കളവ് പറയാത്ത ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിനെ സ്നേഹിക്കാൻ കഴിയണം. അല്ലാഹുവിനോടുള്ള അവാജ്യമായ അനുരാഗം മനാന്തരങ്ങളിൽ ഹൃദയാന്തരങ്ങളിൽ സൂക്ഷിക്കാൻ കഴിയണം. അതിനാവണം നമ്മുടെ ജീവിതം മുഴുവനും നാം ചെലവഴിക്കേണ്ടത്. അള്ളാഹുവിനെ കൃത്യമായി പരിചയപ്പെടാൻ കഴിയണം. നാം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കാനും കഴിയണം. എന്ന് വച്ചാൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത്, അള്ളാഹുവിനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്ത് പിഴവ് വരാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ചു തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. മഹാനായ അബൂദറുൽ ഗിഫാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പറയുന്നതായി കൊണ്ട് പറയുന്നുണ്ട്, ഖാല അല്ലാഹു അസ്സ വജൽ യാ ഇബാദി ഇന്നി ഹറംതു الظുൽമ അലാ നഫ്സി وجعلته بينكم محرما فلا تظالموا. അല്ലാഹു പറയാണ്, യാ ഇബാദി എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു الظുൽമ അലാ നഫ്സി, അക്രമത്തെ ഞാൻ എൻ്റെ മേലിൽ ഹറാമാക്കിയിരിക്കുന്നു. വജഅൽതുഹു ബൈനകും മുഹറമാ, എനിക്ക് അക്രമം ചെയ്യുക എന്നത് ഹറാമായതുപോലെ എൻ്റെ അടിമകളായ നിങ്ങളുടെ ഇടയിലും അക്രമം എന്നത് ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. പരസ്പരം അക്രമം കാണിക്കാൻ പാടില്ല, അനീതി കാണിക്കാൻ പാടില്ല. ദുൽമിനെ അല്ലാഹു ആ അർത്ഥത്തിൽ ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തുളാലിമൂ. അത് കഴിഞ്ഞ് അല്ലാഹു പറയുന്നുണ്ട്, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദ് كانوا على أتقى
قلب رجل واحد منكم ما زاد ذلك في ملكي شيئا. അല്ലാഹു പറയാൻ, ലോകത്തിനെ വരെ വന്നുപോയതും വരാനിരിക്കുന്നതുമായ മനുഷ്യരെല്ലാം ജിന്നുകളെല്ലാം നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും തഖ്വയുള്ള ഹൃദയമുള്ള ആളെപ്പോലെ ആയി മാറിയാലും വമാ സാദ ദാലിക ഫീ മുൽക്കി ശൈആ, അങ്ങനെ നിങ്ങളെല്ലാവരും നല്ല ആളുകളായി മാറിയാലും എന്റെ അധികാരത്തിനൊന്നും കൂടാനില്ല. നേരെ മറിച്ച് നിങ്ങളെല്ലാ ആളുകളും മനുഷ്യരും ജിന്നുകളുമെല്ലാം മോശപ്പെട്ടു എന്നിരുന്നാലും എന്റെ അധികാരത്തിൽ നിന്നൊന്നും കുറയാനുമില്ല എന്ന് അല്ലാഹു പറയുകയാണ്. അതാണ് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല മൂസാ ഇൻ തക്ഫുറൂ അൻതും വമൻ ഫിൽ അർളി ജമീഅ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. നിങ്ങളെല്ലാം ഭൂമിയിലുള്ള നിങ്ങളെല്ലാവരും തന്നെ കാഫിരീങ്ങളായി പോയാലും ഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, അല്ലാഹുവിന് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം അല്ലാഹുവിന്റെ ഖജനാവ് അത്രമേൽ വിശാലമാണ്. അതാണ് അല്ലാഹു പറയുന്നത്, കഴിഞ്ഞുപോയ ആളുകളും വരാനിരിക്കുന്നവരായ ആളുകളും മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരു സ്ഥലത്ത് സമ്മേളിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെയും എന്നോട് പറഞ്ഞാൽ തന്നെയും ഞാൻ അതൊക്കെ നിറവേറ്റി കൊടുത്താൽ തന്നെയും എൻ്റെ ഖജനാവിൽ നിന്ന് ഒരു സമുദ്രത്തിൽ നിന്നും ഒരു സൂചി മുക്കിയെടുത്താൽ ആ സൂചിയുടെ ദ്വാരത്തിൽ കൂടി പോകുന്ന ആ അളവിൽ പോലും എൻ്റെ ഖജനാവിൽ നിന്നും കുറയില്ല എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അത്രമേൽ വലുതാണ്, അത്രമേൽ വിശാലമാണ് അല്ലാഹുവിൻ്റെ ഖജനാവ്. ആ അല്ലാഹുവിനെയാണ് നാം പരിചയപ്പെടേണ്ടത്. അല്ലാഹുവിൻ്റെ ഖജനാവ് വിശാലമാണ്. ആ അല്ലാഹുവാണ് മനുഷ്യരോട് ഇത്രമേൽ കാരുണ്യത്തോടെ, ഇത്രമേൽ സ്നേഹത്തോടെ പെരുമാറുന്നത്. അല്ലാഹുവിൻ്റെ സ്നേഹം എത്രയാണ്, അല്ലാഹുവിൻ്റെ കാരുണ്യം എത്രയാണ്, അല്ലാഹു അടിമകളെ എത്രമേൽ കൃപയോടെയാണ്, എത്രമേൽ താല്പര്യത്തോടെയാണ് അല്ലാഹു നോക്കിക്കാണുന്നത്. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മാതാവ് സ്വന്തം മകനെ ഇങ്ങനെ പരിലാളിക്കുന്നത് കണ്ടപ്പോ സ്വഹാബാക്കളോടായി പറയുന്നുണ്ട്, അല്ലദീ നഫ്സ് മുഹമ്മദിൻ ബിയദിഹി ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ ഉമ്മ സ്വന്തം മകനോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ എത്രയോ 10 മടങ്ങ് കാരുണ്യമാണ് അല്ലാഹു സ്വന്തം അടിമകളോട് കാണിക്കുന്നത്. അത്രമേൽ കാരുണ്യമാണ്, അത്ര വലിയ കാരുണ്യമാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ അല്ലാഹുവിനോടുള്ള ഇഷ്ടം കൂടുമെന്നാണ്, അല്ലാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുമെന്നാണ്. അല്ലാഹു എത്രമാത്രം കാരുണ്യവാനാണ്. ഇത്രമേൽ അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടും ഇത്രയേറെ നമ്മെ പരിഗണിച്ചിട്ടും അല്ലാഹു പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസികും ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറയുകയാണ്, എൻ്റെ അടിമകളെ. എങ്ങനെയുള്ള അടിമകളെ എന്നാണ് അല്ലാഹു പറയുന്നത്? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരങ്ങളുടെ മേൽ അതിക്രമം കാണിച്ച എന്ന് പറഞ്ഞാൽ നാം ദോഷം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തോടുള്ള അതിക്രമമാണ്. നാം
തെറ്റു ചെയ്ത, ദോഷങ്ങൾ ചെയ്ത എൻ്റെ അടിമകളെ എന്നാണ് അള്ളാഹു വിളിച്ചത്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, മുഅ്മിനീങ്ങളായ അടിമകളെ എന്നല്ല, തെറ്റു ചെയ്ത എൻ്റെ അടിമകളെ എന്നാണ് അള്ളാഹു വിളിച്ചത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ തെറ്റു ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടേക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും അടിയോടിക്കപ്പെട്ടേക്കാം, നിങ്ങളുടെ നാട്ടിൽ നിന്നു തന്നെ നിങ്ങളെ പുറത്തു കളഞ്ഞേക്കാം. പക്ഷേ എത്ര വലിയ തെറ്റു ചെയ്തവനാണെങ്കിലും, തെറ്റു ചെയ്ത എൻ്റെ അടിമകളെ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നീ എത്ര തെറ്റു ചെയ്താലും, നീ എത്ര വലിയ പാപം ചെയ്താലും, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, ഒരിക്കലും അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യത്തെ തൊട്ട് നീ നിരാശനാവരുതേ. അല്ലാഹു പുറത്തു തരില്ല എന്ന് വിചാരിക്കരുതേ. അത്രമേൽ കാരുണ്യമാണ്, അത്രമേൽ സ്നേഹമാണ് അല്ലാഹുവിന് അടിമകളോടുള്ളത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ ചെയ്യുന്ന എത്ര വലിയ പാപമാണെങ്കിലും അല്ലാഹു അത് പുറത്തു തരുന്നതാണ്. അല്ലാഹുവിന്റെ കാരുണ്യം അതിലേറെ വിശാലമാണെന്നാണ് അല്ലാഹു പറയുന്നത്. അത്രമേൽ വലിയ കാരുണ്യമാണ് അല്ലാഹു നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം. ഇമാം അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഒരു ചാപ്റ്റർ തന്നെ പറയുന്നത് ബാബു ഹലാവത്തിൽ ഈമാൻ എന്നാണ്. ഈമാനിന്റെ മാധുര്യം രുചിക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ്. അതിൽ പറയുന്നതും ഇത് തന്നെയാണ്. വജദ ഹലാവത്തൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബാ, ആർക്കാണോ ഈമാനിന്റെ മാധുര്യം ലഭിക്കാൻ കഴിയുന്നത്, ഈമാനിന്റെ മാധുര്യം രുചിക്കാൻ കഴിയുന്നത്, അത് മൻ റളിയ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെടുന്നവർക്കാണ്. അല്ലാഹുവിനെ നാം ചിലപ്പോൾ റാസിഖായി ഇഷ്ടപ്പെടും. നമുക്ക് ഒജീനം നൽകുന്നവൻ, നമുക്കെല്ലാം നൽകുന്നത് അല്ലാഹുവാണ്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമാണ്. റഹ്മാനായിക്കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടേക്കാം, റഹീമായി നമ്മൾ ഇഷ്ടപ്പെട്ടേക്കാം, ഷാഫിയായി ഇഷ്ടപ്പെട്ടേക്കാം. കാരണം രോഗങ്ങൾക്ക് ശമനം നൽകുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ അല്ലാഹു പറയുന്നത്, ഹബീബ് പറയുന്നത് അല്ലാഹുവിനെ റബ്ബായി കൊണ്ട് ഇഷ്ടപ്പെടണം. എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ? റബ്ബ് എന്ന് പറഞ്ഞാൽ, തർബിയത്ത് എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതുപോലെ നോക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്താണോ വേണ്ടത് അത് നൽകുന്നവനാണ് അല്ലാഹു തആല എന്ന അർത്ഥത്തിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് എന്താണോ നൽകിയിട്ടുള്ളത് അതാണ് നമുക്ക് യോജിച്ചത് എന്ന് മനസ്സിലാക്കലാണ്. അല്ലാഹു എന്താണോ തരുന്നത് അതാണ് നമുക്ക് യോജിച്ചത് എന്ന് മനസ്സിലാക്കലാണ്. അങ്ങനെ ഇഷ്ടപ്പെടലാണ്. അല്ലാഹു ഓരോരുത്തരെയും, ഓരോ മനുഷ്യരെയും, ഓരോ സൃഷ്ടികളെയും വെവ്വേറെയായിട്ടാണ് നോക്കുന്നത് എന്നാണ്. ആ അല്ലാഹുവിന്റെ തർബിയത്ത് കൃത്യമായി ബോധ്യപ്പെടുകയും അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഈമാനിന്റെ മാധുര്യം ലഭിക്കുക എന്നുള്ളതാണ്. നാം പലപ്പോഴും സങ്കടങ്ങളിലാണ് അല്ലാഹുവിനെ ഓർക്കുന്നത്, സന്തോഷങ്ങളിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഉദാഹരണത്തിന്, ഒരു ദിവസം പല്ലുവേദന വന്നു, ഒരു ദിവസം ഒരു അരമണിക്കൂർ പല്ലുവേദന വന്നാൽ നാം അല്ലാഹുവിനെ ഓർത്തു പോകും. പക്ഷെ ആ ദിവസം 23.5 മണിക്കൂർ പല്ലുവേദന തരാതിരുന്നപ്പോ നാം അല്ലാഹുവിനെ ഓർക്കുന്നില്ല. നിഖ്മത്തിൽ ഓർക്കുക എന്നുള്ളതല്ല ശുക്ർ എന്ന് പറയുന്നത്. നിഅ്മത്തുകളിൽ അല്ലാഹുവിനെ ഓർക്കലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു എത്രമേൽ കാരുണ്യമാണ്, എത്രയോ നിഅ്മത്തുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്, അതിനെ ഓർക്കലാണ്. ആ അർത്ഥത്തിൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർക്കാണ് ഈമാനിന്റെ മാധുര്യം ലഭിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അങ്ങനെയാണ് മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? അല്ലാഹുവിനെ കാണലാണ്. നാം ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കാണാൻ നാം കൊതിക്കുന്നത് പോലെ,
നാം ആരെയാണോ പ്രണയിക്കുന്നത്, നാം പ്രണയിക്കുന്ന ആളെ കാണാൻ നമ്മുടെ മനസ്സ് വെമ്പുന്നത് പോലെ അള്ളാഹുവിനെ കാണാൻ നമ്മുടെ മനസ്സ് കൊതിക്കണമെന്നാണ്. നമ്മുടെ മനം, നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ കാണാൻ കൊതിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ കാണാൻ നമുക്കിങ്ങനെ കൊതിയാവുന്നുണ്ടോ? മരിക്കാൻ പോവാണ്, അള്ളാഹുവിനെ കാണാലോ. നമുക്കെന്താണ് പ്രശ്നമുള്ളത്? അങ്ങനെ അള്ളാഹുവിനെ കാണാൻ കൊതിക്കണമെന്നാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹ്. ആരാണോ അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നത് അവരെ കാണാൻ അള്ളാഹുവും കൊതിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹുവിനെ കാണാൻ കൊതിക്കണം. ആ ഒരു ഹൃദയം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മുഅ്മിനിന്റെ കണ്ണ് അള്ളാഹുവിനെ കാണാനുള്ള കണ്ണാണ്. കാരണം നമ്മുടെ പ്രണയവാചനം, നാം പ്രണയിക്കുന്നത് അള്ളാഹുവാണ്. പ്രണയത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്രുൽ ഖൈസ് ഒരു വേള പാടിപ്പോകുന്നുണ്ട്. ലൈലയോടുള്ള പ്രണയത്താൽ ഇമ്രുൽ ഖൈസ് പറഞ്ഞു പോകുന്നുണ്ട്, വകൈഫ തറാ ലൈല ബിഐനിൻ തറബിഹാ സിവാഹാ വമാ തഹർതഹാ ബിൽമദാമിഇ. ഞാൻ ലൈലയെ കാണേണ്ട കണ്ണുകൊണ്ട് മറ്റു പെണ്ണുങ്ങളെ കണ്ടാൽ പിന്നെ എനിക്കെന്റെ ലൈലയെ കാണണമെങ്കിൽ ആ കണ്ണുകൾ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കണ്ടയോ? അത് ആ മനുഷ്യൻ ലൈലയോടുള്ള പ്രണയത്താലാണ് പാടിയതെങ്കിൽ നാം ആരെയാണ് പ്രണയിക്കുന്നത്? നാം അള്ളാഹുവിനെയാണ് പ്രണയിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ അള്ളാഹുവിനെ കാണേണ്ട കണ്ണാണ്. നാം അത് അള്ളാഹുവിലേക്ക് തിരിച്ചു വെക്കണം. അല്ലാഹു ജല്ല ജലാലുഹു അവനെ കാണേണ്ട കണ്ണുകൊണ്ട് അവൻ കാണരുതേ എന്ന് പറഞ്ഞ ഹറാമുകൾ കണ്ടാൽ പിന്നെ നമുക്കെങ്ങനെ അള്ളാഹുവിനെ കാണാൻ കഴിയും? ഈ കണ്ണുകൾ എന്തിനുള്ളതാണ്? ഇത് അള്ളാഹുവിനെ കാണാനുള്ളതാണ്. ഈ കണ്ണുകൊണ്ട് അള്ളാഹു കാണരുതേ എന്ന് പറഞ്ഞ ഹറാമുകൾ കണ്ടാൽ പിന്നെങ്ങനെ നമുക്ക് നമ്മുടെ അള്ളാഹുവിനെ കാണാൻ കഴിയും? പിന്നെ അള്ളാഹുവിനെ കാണണമെങ്കിൽ തൗബ ചെയ്ത് കരഞ്ഞ് കരഞ്ഞ് ആ കണ്ണുനീര് കൊണ്ട് കഴുകി നമ്മുടെ കണ്ണുകൾ ശുദ്ധിയാക്കിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ റബ്ബിനെ കാണാൻ കഴിയുകയുള്ളൂ. ആ അർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള അവാജ്യമായ അനുരാഗത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ മാത്രമാണ് ഈമാനിന്റെ മാധുര്യം ലഭ്യമാകുന്നത്. അങ്ങനെ അള്ളാഹുവിനെ പ്രണയിച്ചാൽ പള്ളിയിൽ വരാൻ എന്തു രസമാണ്, നിസ്കരിക്കാൻ എന്തു രസമാണ്, നോമ്പ് പിടിക്കാൻ എന്തു രസമാണ്, ഖുർആൻ ഓതാൻ എന്തു രസമാണ്. എത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ആണ് ഖുർആൻ ഓതുമ്പോൾ ലഭിക്കുന്നത്, പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ലഭിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ ഭവനമല്ലേ? നിസ്കാരം അള്ളാഹുവിനോടുള്ള മുനാജാത്തല്ലേ? അള്ളാഹുവിനോട് കോൺവെർസേഷൻ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട അവസരമാണ് നിസ്കാരം എന്നത്. നാം പ്രണയിനിയോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെ നാം പ്രണയിക്കുന്ന അള്ളാഹുവിനോട് സംസാരിക്കാൻ ലഭിക്കുന്ന അവസരമായി നിസ്കാരത്തെ കണ്ടു നോക്ക്. ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളായി വായിച്ചു നോക്ക്. എത്രമേൽ രസമായിരിക്കും, എത്രമേൽ മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിനെ പ്രണയിക്കുന്നവരാകുമ്പോൾ നമ്മുടെ ജീവിതം മൊത്തത്തിൽ നാം പറഞ്ഞതുപോലെ വലിയ ബറക്കത്തുള്ളതായി, വലിയ ആനന്ദമായി, എല്ലാം ഇബാദത്താക്കി മാറ്റാൻ കഴിയുമെന്നാണ്. നാം വാഹനം ഓടിക്കുന്നത്, കോളേജിൽ പോകുന്നത്, നാം പഠിക്കുന്നത്, സംസാരിക്കുന്നത് എല്ലാം അല്ലാഹുവിനാണ്. അതൊക്കെ ഇബാദത്തായി മാറുമെന്നാണ്. ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ നിസ്കാരം പോലും ഇബാദത്താവുകയില്ല എന്നുമാണ്. കടമ പോലെ നിസ്കരിക്കരുത്, കഷ്ടപ്പെട്ട് ഇസ്ലാം ആകരുത്, കഷ്ടപ്പെട്ട് മുസ്ലിം ആകരുത്. ഇഷ്ടപ്പെട്ടുകൊണ്ട് മുസ്ലിം ആകണം, ഇഷ്ടപ്പെട്ട് നിസ്കരിക്കണം, ഇഷ്ടമായി പള്ളിയിലേക്ക് വരണം. അപ്പോഴാണ് ഇതൊക്കെ ഇബാദത്താകുന്നത്, അപ്പോഴാണ് ഇതൊക്കെ ആനന്ദമാകുന്നത്. ആ അർത്ഥത്തിലുള്ള മഹത്തരമായ ആനന്ദമായി ഇബാദത്തുകളെ മാറ്റിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമീനായ രാജസയ്യിദായ കരുണയുള്ള ദയാലുവായ അല്ലാഹ്,
അല്ലാഹുവേ ഞങ്ങളുടെ സൽക്കർമ്മങ്ങളൊക്കെ നീ ഖബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ നിന്നെ പ്രണയിക്കാനുള്ള ഹൃദയം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്നെ പ്രണയിക്കാനുള്ള ഹൃദയം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്നെ തിരിച്ചറിയാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റമളാനിലേക്ക് ഞങ്ങളെ ആരോഗ്യത്തോടെ കൊണ്ടെത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ റമളാൻ മാസത്തിൽ ഒരുപാട് നിസ്കാരങ്ങളും നോമ്പുകളും സ്വതക്കകളും നൽകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗികൾക്ക് നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനേ. പഠിക്കുന്ന മക്കൾക്ക് ദുനിയാവിലും അതിലുപരി ആഖിറത്തിലും ഉപകരിക്കുന്ന ഇൽമ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ആക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിറത്ത് നീ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഈമാനുള്ള സമയം ഞങ്ങൾ മരിക്കുന്ന സമയത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ഭവനത്തെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.